ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 12 മണിക്ക് തന്നെ അന്നദാനം ആരംഭിക്കുന്നതാണ്. എനിക്ക് കയറണം. പങ്കിയൊക്കെ നിങ്ങൾ ഈ കലയും കർത്തനെയും കൊണ്ട് എങ്ങാട്ട് താമസമാര് പോണാ? നീ എന്റെ എന്നെ കളിയാക്കടാ. ഞാൻ പറയത്തോട്ടെ ഉണ്ണാൻ പോവേണ്. ഇപ്പഴും ചെന്നിലേക്ക് അവിടെ ഞെരിക്കാവും. നാലായാലും ഞാൻ പോവേല്ലേ. അപ്പൊ രണ്ടുകൂടി പച്ച അങ്ങേരെ കൂടി വാങ്ങാന്ന് വിചാരിച്ചു. അതിലാണ് ഇത്രയും ചെറിയൊരു കല എടുത്തത്. പിന്നെ രസത്തിന് മോരഞ്ഞുമായിട്ട് കൊച്ചു കൊച്ചു പാത്രങ്ങളെ ഞാൻ എടുത്തോളൂ. ഇതിലും ചെറിയ കലത്തിലാണ് അവിടെ വേവിച്ചത്. അല്ല നിങ്ങളെ ഇന്ന് രാവിലെ കാപ്പി സദ്യ കണ്ടില്ലല്ലേ? ഇഡലി സാമ്പാറും പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇഡലി സാമ്പാറുവാ? എന്നിട്ട് എന്നോട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ നാഗനെ എന്റെ ഒരാഴ്ചത്തെ ഇഡലി പോയേ. അയ്യോ എനിക്കിത് ചോറും കിട്ടൂല. മക്കളെ ഞാൻ കുമാരല്ലമ്മയാണ്. ഈ കലത്തിലുണ്ടല്ലോ നിറച്ചങ്ങ് ചോറ് എടുക്കണേ. ഇതിലൊത്തിരി രസം എടുത്ത് ഇതിലൊത്തിരി പായസം എടുക്കണം. നടക്കണേ ഇല്ല. ക്ലാസ്സിൽ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്തേടി ചക്കി? എന്റെ ഒരു സാധനം ഉണ്ട്. ഇപ്പൊ കാണിച്ചു തരാമേ. ബബിൾക്കത്തിലെ സ്റ്റിക്കർ ആയിട്ട് ഓമാഞ്ചറി ജിറാഫ് നാട്ടെ വിക്കി വാസ്. എടി ഈ 3 എനിക്ക് തരണേ. ഈ ബട്ടർഫ്ലൈയും തുമ്പിയും ആപ്പിളും എനിക്ക് വേണമേ. ആടാ ഈ പുറത്ത് ചക്ക ഞാൻ എടുക്കണേ. ഈ മുന്തിരി എനിക്ക് വേണം. എടാ തുണ്ട് ഇളക്കണേ. തുപ്പലേക്കടാ. അയ്യോ എന്റെ സ്കൂട്ടർ ഇളവി പോയടി. എന്റെ ഡൊണാൾഡൊക്കെ ജിറാഫ് നല്ല തല ഒത്തിപ്പൂലം പോയി. അയ്യോ നിന്റെ സ്കൂട്ടർ ഇളവി പോയതേ നല്ലോണം തുപ്പലേക്കാത്തോണ്ടാണ്. അയ്യോ നീ വരൂലടാ. അത് എന്റെ അടുത്തേര് ഞാൻ നല്ലൊരു തുപ്പലേ. ഞാൻ ചക്കി ഇത്ര തേച്ചാ മതിയടി. നല്ലോണം തേച്ചോണേ. അത്ര മതിയാവും. വന്നു വന്നാടി. ബെണ്ടനൊക്കെ വന്നതാ. ഓ ഇനി ഞാൻ ബെണ്ടനായിട്ട് കട. എല്ലാരും ബുക്കുകളൊക്കെ എടുത്തോ? ഹോംവർക്ക് ഒക്കെ ചെയ്താ? ചക്കീരെ ഡുണ്ടുവിന്റെ മുഖത്ത് തന്തേര് കാക്ക ഒരുമിച്ച് തൂറിയാ? കാക്ക തൂറിയതല്ല സാറേ. നമ്മള് പബ്ലിക്കത്തിലെ സ്റ്റിക്കർ ഒട്ടിച്ചാണ്. ഓ ഉള്ള വിഷവും വാങ്ങി തിന്നാലും പോരാന്നിട്ട് ബാക്കി മുഖത്തൂടെ ഒട്ടിച്ച് വെച്ചേക്കണ. ഇത് എന്തൊക്കെ മാരക രോഗങ്ങളാണ് വരുത്തുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇത് ആരാണ് ക്ലാസ്സിൽ കൊണ്ടുവന്നത്? എണീരി. സാറേ ചക്കിയാണ് ഈ മാരക വിഷ ക്ലാസ്സിൽ കൊണ്ടുവന്നത്. ചക്കി കൊണ്ടുവരാനും നീ വാരി ചാക്കാനാ? ഈട്ടറാ കഴിഞ്ഞാട്ട് അതില് 2 മാങ്ങ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് പറിച്ചിടും. അതിന് നിനക്ക് ഒന്നൊന്നും ഇല്ലല്ലേ? ഇതുവരെയായിട്ട് നീ 1 മാങ്ങയെങ്കിലും എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് 2 ഞാൻ എറിഞ്ഞിടും. നോക്കാം പോ. നോണ്ട് കണ്ട ആ 2 കമ്പിന്റെ ഇടയ്ക്ക് നോക്കിയാണ് ഒരു കൊല്ലിൽ 2 മാങ്ങ തൂങ്ങിക്കിടങ്ങാണ്ട. അതാ ആ മാങ്ങിന് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ എറിഞ്ഞിടും. നോക്കോ കണ്ടി നോക്കോ ഡുണ്ടു. അയ്യോ അതുമില്ല അയ്യേ അവൻ ചേർന്ന് പോയി. അയ്യോ അല്ല ഞെട്ടിയെ കൊണ്ടുപോയി. നീ നോക്കോ ചക്കി ഞാൻ ഇപ്പൊ എറിഞ്ഞിടും. അയ്യോ എന്നെ ഞെട്ടി കൊണ്ടുപോയി. നോക്കത്തേടി ചക്കി എന്നാണ്ടി കൂടി തന്നാണ് ഞാനിവിടെ. ഇങ്ങോട്ട് പോയ പെണ്ണ് ഇങ്ങോട്ട് പോയ ആണ്. ഇങ്ങോട്ട് പോയ പെണ്ണ് അങ്ങോട്ട് പോയ ആണ്. ചക്കി എടി ചക്കി ഇന്ന് സേവനവേല ആയതുകൊണ്ട് ഞാൻ ബുക്കൊന്നും എടുത്തില്ല. കഞ്ഞി കുടിക്കാൻ പാത്രം മാത്രമേ എടുത്തോളൂ. അയ്യോ ദാസപ്പ സാറ് ബുക്ക് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞാൻ 2 ബുക്ക് എടുത്തു വെച്ചു. ഇന്ന് സേവനവാരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമ്മളെ സ്കൂളും പരിസരവും നമ്മൾ തന്നെ വൃത്തിയാക്കണം. അപ്പൊ ഇന്നൊന്നും പഠിപ്പിക്കില്ലടി.
ഡുണ്ടു ഭാര്യ ചവറല്ല അവിടെ അവിടെ വലിച്ചെറിയാതെ തീ കൊണ്ടിട്. എടി ചക്കി, നീ ഇത്രയും വേഗം പറിക്കണേ എന്തിനു? പതുക്കെ പറിച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഇരുന്ന് പറിക്കാം. എന്നും സേവനമാരായിരുന്നാ മതിയായിരുന്നല്ലേ? ഓ, പഠിക്കേ വേണ്ടായിരുന്നു. എടാ ദുണ്ടു, നീ കൂടി വാടാ, എന്നെ കൊണ്ട് പിഴുവാൻ പറ്റുന്നില്ല. ഇത് പിഴുതാ എങ്കിൽ പിന്നെ നമുക്ക് പോയ തെങ്ങ് വീഴുവാ. വാ സാറേ, ഈ തെങ്ങ് നമ്മളെ കൊണ്ട് പിഴുവാൻ പറ്റണില്ല. അയ്യോ, ഒട്ടും പറ്റില്ല സാറേ. രണ്ടിനിപ്പോ എന്റെ ആയിരിക്കും. പോയാ തവറങ്ങാണ്ട് വാരി ഉള്ളതേ. അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞു വിടിച്ചാ. നോക്കോ, എനിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യ. ആ മതി മതി, എല്ലാരും പാത്രം എടുത്തോണ്ട് കഞ്ഞിപ്പരയിലോട്ട് പോയി. ഇന്ന് സേവനം ആരാ വേണ്ട? അവിടെ പായസം ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. വാ. ടീച്ചറിന്റെ എനിക്ക് കൊറേ ഹോംവർക്ക് കിട്ടിയെന്ന്. എനിക്ക് 3 ഹോംവർക്ക് കിട്ടിയത്. നാളെ ഞാൻ എന്തായാലും പഠിക്കാൻ വരൂലേ ചക്കി? എന്നെ അച്ഛനാണ് കൊണ്ടാക്കി. ഞാൻ വന്നില്ലെങ്കിൽ എന്നെ അച്ഛൻ അടിക്കും. ഞാൻ വേണമെങ്കിൽ മാമന്റെ അടുത്ത് പറയട്ടാ. ഓ, നീ പറ. ഓ, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്റെ അമ്മയുടെ അടുത്തോട് പറയണ എന്നെ വിടല്ലേ എന്ന്. എടാ, അപ്പൊ നമുക്ക് ഈ ഹോംവർക്ക് ഒന്നും ചെയ്യണ്ടല്ലോ. നാളെ തൊട്ട് നമ്മൾ പഠിക്കാൻ പോകൂലല്ലോ. ഇല്ല, ഞാൻ ചെയ്യൂല. ഞാൻ പോവൂല. നീ പറഞ്ഞ എന്റെ അമ്മയും കേൾക്കും. എന്നെ എന്താണ് മണിക്കൂട്ടാ കറിയണത്? ദാസപ്പസാറിന്റെ അടുത്ത് അമ്മ എന്നെ പഠിക്കാൻ കൊണ്ടാക്കിയടാ. ഞാൻ പഠിക്കാത്തതിന് ദാസപ്പസാറിന്റെ ചന്തി അടിച്ച് പൊട്ടിച്ച്. നമ്മളെ സരസമ്മ ടീച്ചറിന്റെ അടുത്താണോ പഠിക്കാൻ ഓ, കൊണ്ടാക്കിയത്? നമ്മളെ ടീച്ചർ കൊറേ അടിക്കാൻ ചെയ്ത് കൊറേ ഹോംവർക്ക് കിട്ടിയെന്ന്. തന്നെടാ. ദൈവമേ, ദാസപ്പസാറ് സരസമ്മ ടീച്ചറെ മരിക്കുമ്പോ നരകത്തി തന്നെ പോണേ. നീ കരയണ്ടടാ മണിക്കൂട്ട. നിന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ പറയാം നീ ഇനി ദാസപ്പസാറിന്റെ അവിടെ പഠിക്കാൻ പോണില്ലെന്ന്. നമ്മളും ചിത്തോട്ട് പോവില്ലല്ലേ ചക്കി? തന്നെയുടെ മണിക്കൂട്ട, എന്റെ അച്ഛന്റെ അടുത്ത് എവൻ പറയാൻ പറഞ്ഞു നമ്മളിനി പഠിക്കാൻ പോണില്ലെന്ന്. അച്ഛാ, അച്ഛനെ തൊണ്ടു വിളിക്കണേ. ആ, രണ്ടുപേരും പഠിച്ചിട്ട് വന്നാ? അതെ മാമ, സരസമ്മ ടീച്ചറെ ഭയങ്കര അടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ചക്കി ഇനി തൊട്ട് ട്യൂഷന് പോണില്ല. മാമ വിടല്ലേ? അപ്പൊ നിങ്ങളങ്ങ് തീരുമാനിച്ച. അപ്പൊ നീയാണല്ലേടാ പഠിക്കാൻ സമ്മതിക്കാത്ത? പഠിക്കാൻ പോവാം, പഠിക്കാൻ പോവാം. ചക്കി ഹോംവർക്ക് ഞാനാളെ പഠിക്കാൻ പറ്റി. എടാ മണിക്കൂട്ട, ഓടി വാ, എല്ലാ സാധനം കിട്ടി. വേഗം വാടാ. എന്തേലും ഏതാണ്ട് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. എടുത്താണ്. എന്തേലും ഉണ്ട് ഒരെണ്ണം. ആ, രണ്ടും ഒന്ന് എന്നല്ലേ ഭാഗ്യം. ഓ, ഇതില് തിരിയൊക്കെ കിടക്കുന്നു. എടാ, കളയല്ലേ ഇത്. നമുക്ക് ആവശ്യം മതി. എവിടെയെങ്കിലും കത്തിക്കാൻ എടുക്കാം നമുക്ക്. ആ, നീ ഇപ്പൊ കീറിപ്പോയെന്നെ ഇരുന്നു. നീ നോക്കി കുട്ടു. എടാ മണിക്കൂട്ട, ഇത്ര നൂല് മതിയാവോടാ? നീ ഇനി എടുത്താണ്. ഇനിയും കൊറേ വേണം. ഈ തുമ്പ് നീ ഇതിൽ കയറ്റി. മറ്റേ കൊറേ നീളം വേണോ? ഓ, എന്നാണ് ഇത് കെട്ടിവേ. എനിക്ക് തരാം. കെട്ടിയാടാ? എന്നാ നമുക്ക് സംസാരിക്കാം. ആദ്യം ഞാൻ സംസാരിക്കാം. നീ ചെവിയിലേ വലിച്ചു പിടിച്ചോളണേ. എടാ വന്നിട്ട് എനിക്കിടെ തരണേടാ. ആ, കേക്കാണ് ടീച്ചർ പറഞ്ഞ സത്യം തന്നെ. ആ, ഇനി ഞാൻ പറയാം. നീ ചെവിയിലേ. എടാ മണിക്കുട്ടാ, എടാ പാറുന്നോളി. ഇനി നിങ്ങളെ സംസാരിച്ചിട്ട് ഞാൻ കേക്കട്ട്. എടാ, ഇതില് സൗണ്ട് കേൾക്കണില്ലല്ലോ. അപ്പൊ ഇതിൽ കേക്കൂലേ? ഇതില് മാത്രമേ സൗണ്ട് കേൾക്കൂടാ. കേക്കേ? ടീച്ചറിന്റെ അടുത്ത് അമ്മക്ക് പറയാമേ നമ്മള് ഫോൺ ഉണ്ടാക്കിയെന്ന്. ഈ വർഷത്തെ ശാസ്ത്രമേളക്ക് ഞാൻ ഈ ഫോണാണേ കൊണ്ടുപോകണം. നിങ്ങൾ ആരും കൊണ്ടുവരല്ലേ? അമ്മക്ക് ചക്കീന്റെ അടുത്ത് പറയാമേ നമ്മള് ഫോൺ ഉണ്ടാക്കിയെന്ന്. കാലി കഴച്ചിട്ട് വയ്യ. ഇവിടെ ആരും ഇല്ലേ എന്തോ? മാമി. ഓ, എന്താടി ചക്കി? അതാ നിക്കടി മാമി. മാമി ആണ്ടേ രമേശ് ചേട്ടൻ പറഞ്ഞ് രമേശ് ചേട്ടന്റെ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റ് എനിക്ക് തരാന്ന്. വൈകിട്ട് വന്നാ മതിയെന്ന് പറഞ്ഞ്. മാമി കുത്തിയെടുത്ത് കൊടുക്കും. മാമി ചക്കിക്ക് മാത്രം കിട്ടിയില്ല ടെസ്റ്റ്. അവന്റെ ബുക്കില് പേജെല്ലാം ഉണ്ടാന്തോ. എന്തായാലും ഞാൻ എടുത്തു തരാം. എന്നാടി നോക്കട്ടെ ചക്കി. നമ്മൾ പോണേ മാമി. അയ്യോ, മലയാളം ടെസ്റ്റിന് ബൈൻഡ് ഒന്നും ഇല്ലടി ചക്കി. കണക്ക് ടെസ്റ്റിന് ബൈൻഡ് ഇല്ലടാ. പിന്നെ അവസാനത്തെ പേജും കീറിപ്പോയില്ല. കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. ഓ, നിങ്ങൾ എവിടെ പോയിരുന്ന? നിങ്ങളെ കളിക്കാൻ വിളിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ വീട്ടിൽ ചെന്നപ്പോ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ. നിങ്ങൾ എവിടെ പോയിരുന്ന? നമ്മളെ ഗീതാമീനെ വീട്ടിൽ പോയിരുന്നു. രമേശ് ചേട്ടന്റെ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റ് ചക്കിക്ക് കൊടുത്ത്.
അയ്യോ എനിക്ക് ടെസ്റ്റ് കിട്ടിയില്ല, നിനക്ക് കിട്ടിയാടി പാറു. എനിക്ക് പഴയ ടെസ്റ്റ് വേണ്ട. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്ന ഈ വർഷം തൊട്ടേ പെൺപിള്ളേർക്ക് പുതിയ ടെസ്റ്റ് സ്കൂളിൽ നിന്ന് തരും ഫ്രീ ആയിട്ട്. അതുകൊണ്ടല്ലേ ഞാൻ ടെസ്റ്റ് മേടിക്കാത്തത്. പൈസ കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് പുതിയ ടെസ്റ്റ് തരോ? ഓ സത്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. ഭാഗ്യമല്ലേ. എടാ മണിക്കൂട്ട, നിനക്ക് ടെസ്റ്റ് കിട്ടിയില്ലല്ലോ, അപ്പൊ ഈ ടെസ്റ്റ് നീ എടുത്തോ. അയ്യോ പേതൊക്കെ വീരിക്കുന്നു. അത് വീട്ടിൽ പോയി കുത്തി തച്ച് വെച്ചാൽ മതി. ഇത് കാണുമ്പോ നോക്കട്ടെ, ഇപ്പഴത്തെ ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്, നിനക്ക് ഇനി ഒന്നും എഴുതണ്ടല്ലോ മണിക്കൂട്ടാ. ഓ മാഞ്ചില്ല വിളിക്കുന്നു വരുന്നോ. ഇതിന് സാരിവാല സിലോപ്പി ഉണ്ടടി, ഓടിവാ. പാണ്ടിയടി സിലോപ്പി, നീല സാരിവാല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കിട്ടിയ ജോഡി ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഇതിലൊരു സ്രാവിന്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ രമേശ് നമുക്ക് 2,500 രൂപയ്ക്ക് കൊടുക്കായിരുന്നു. സ്രാവിന്റെ കുഞ്ഞ് ചക്കി, നീ ആ രമേശിന്റെ അടുത്ത് പറയുന്നത് ഇവിടെ സ്രാവും കുഞ്ഞുണ്ടെന്ന്. അമ്മക്ക് എന്നെ എല്ലാത്തിനെയും പിടിച്ചു ചക്കി. ഈ സിലോപ്പിയും ജോഡിയാണ്. സാരിവാല 2 ജോഡിയുണ്ട്. നീലയുണ്ട് ചോപ്പുണ്ട്. സാരിവാലയ്ക്ക് വില കൂടുതലാണ്. 1.5 രൂപയെ കുറഞ്ഞ് കൊടുക്കരുത്. ദുണ്ടു, ഈ കളർ മീനുള്ള സ്ഥലം അവര് കണ്ടുപിടിക്കണ എന്തോ. ഞാൻ അവന്റെ അടുത്ത് പറയാ ഇവിടെ വലിയൊരു മുതലുണ്ടെന്ന്. ആ മണ്ട പേടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരൂല.